കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണണ്ടേ? എല്ലാവരും വരൂ, ഗുരുവായൂരപ്പനെ കാണാം. ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ കാത്തിരിക്കണത് നോക്കാൻ വേണ്ടി പോവാം. ഇന്നേ ഞാൻ പോവാന്ന് പറയണേ ഉള്ളൂ കേട്ടോ. ഞാൻ അലങ്കാരം പറയാം, കാരണം ഞാനിന്ന് അവിടെ എല്ലാ നാരായണൻ്റെ അടുത്ത് തന്നെ വന്ന്, മഹാവിഷ്ണുവിൻ്റെ അടുത്താണ് വന്ന്. ഞാൻ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭൻ്റെ അടുത്താണെന്ന്. അപ്പോൾ പക്ഷേ ഉച്ചപൂജ നമ്മൾ ഇടുന്നുണ്ട്, ദിവസവും നമ്മളെ കൂടെ എല്ലാവരും വന്ന് തൊഴുന്നുണ്ട്. അപ്പോൾ അതൊരു സങ്കല്പം പോലെ ഇന്ന് എനിക്ക് മുഴുവനാക്കിയിട്ട് പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാനൊന്നും കണ്ടില്ല, പക്ഷെ അലങ്കാരം എനിക്കറിയാൻ കഴിഞ്ഞു. അപ്പോൾ അത് പറയാം. പിന്നെ നമുക്ക് കുറച്ച് പോയിട്ട് ആ മന്ത്രങ്ങളൊക്കെ ഒന്ന് പറയാം, അത്ര തന്നെ. അപ്പോൾ ഇന്ന് കൂടി നിങ്ങളങ്ങനെ ഒന്ന് എന്താ പറയുക, സഹിക്കണം. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് തൊഴാതെ ഞാൻ തൊഴുതു എന്ന് പറയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയണില്ല. ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ നമ്മൾ സാധാരണ പോണ മാതിരി നിങ്ങളുടെ മനസ്സൊക്കെ ഒന്ന് പോരുക. ഞാനും മനസ്സുകൊണ്ട് അതിൽ സഞ്ചരിക്കാം. ശരീരം കൊണ്ട് ഇന്നിപ്പോൾ അധികം സഞ്ചരിക്കാൻ കഴിയാത്ത കാരണം മനസ്സുകൊണ്ടാണ് ഞാനും നിങ്ങളുടെ കൂടെ വരുന്നത്. നമ്മളെ മമ്മി ഒരു എന്താ പറയുക, അപ്പം തന്നെ കണ്ടോ തെറ്റി. എന്താ വെച്ചാൽ അവിടെ ഇല്ലാത്ത കാരണം അതങ്ങനെ വരുന്നില്ല. എന്തായാലും മഞ്ജുളാലിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ തൊഴുതു എന്ന് പറയുക. അങ്ങനെ തൊഴാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. എല്ലാവരും മഞ്ജുളാലിനെ ഒന്ന് കണ്ടിട്ട് അത്തിമര ഗണപതിയൊക്കെ കണ്ടു പോന്ന് ഗോപുരവാതിലേക്ക് കിടന്നിട്ട് തന്നെ നമുക്ക് പോരാം. അങ്ങനെ വാതിൽപ്പടിയൊക്കെ കയറിയിട്ട് നേരെ അങ്ങനെ പോരുക. അങ്ങനെ പോരുമ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുക. ശ്രീലകത്തേക്ക് നോക്കിയാൽ അവിടെ കാണുന്ന ആ ഒരു രൂപമാണ് ഭഗവാന്റെ രൂപമാണ് ഇന്നത്തെ പറയണത്. മുട്ട് കുത്തിയിട്ട് ഇങ്ങനെ ഒരു കൈ, ഇടത്തെ കൈയിൽ വെണ്ണ ഉണ്ട്, ആ വെണ്ണ കഴിക്കുകയാണ്. വലത്തെ കൈ ഇങ്ങനെ കുത്തിയിട്ടുണ്ട്, മുട്ട് കുത്തിയിട്ട് ഒരു കൈയും കുത്തിയിട്ടാണ്. പിന്നെ ഒരു ഓടക്കുഴൽ നിലത്തുണ്ട്. അതേപോലെ വെണ്ണക്കുടം നിറച്ച് വെണ്ണയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വേണ്ടത് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഇന്ന് ഞാനും വന്നു വെച്ചാൽ കിട്ടിയിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ആവുകൊണ്ട് ഇന്നിപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് ചോദിക്കാൻ പറ്റൂ, തരുമോ, എനിക്കും തരുമോ എന്ന്. കാരണം അവിടെയാണെങ്കിൽ കുറച്ച് തരുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു തുള്ളിയൊക്കെ തന്നൂടായില്ല, അങ്ങനെ തരുമൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം, നമുക്ക് ചോദിച്ചു നോക്കാം. തരികച്ചാൽ വെണ്ണ വാങ്ങി കഴിക്കാം. അങ്ങനെ ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് കാണുന്ന ആ രൂപത്തെ കണ്ട് തൊഴുതോളൂ കേട്ടോ. ആ വെണ്ണക്കണ്ണൻ മുട്ട് കുത്തിയിട്ടിരിക്കുന്ന ആ വെണ്ണക്കണ്ണനെ ഞാനും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പറയുകയാണ്. എന്തൊരു അലങ്കാരം! ബാക്കി മുഴുവനായിട്ടൊന്നും പറയാൻ വയ്യ, കാരണം കാണാത്ത കാര്യം നമുക്ക് കണ്ടു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും പക്ഷെ നമ്മളെ നിത്യേനയുള്ള ഉച്ചപൂജ ദർശനം മുടക്കണ്ട. മറ്റുള്ള ഞാൻ മാത്രമല്ലേ കാണാറുള്ളൂ, ബാക്കി കുറച്ച് ആൾക്കാരൊക്കെ അല്ലേ. അപ്പോൾ മറ്റുള്ളവരൊക്കെ എന്നിലൂടെ കാണല്ലേ. അപ്പോൾ അവർക്കും കൂടി അത് മുടക്കണ്ട എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഞാനിങ്ങനെ വരുന്നത്. ഇനി അത് തെറ്റാണെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ ഉണ്ണിക്കണ്ണൻ പൊറുക്കട്ടെ. എന്നാലും എനിക്ക് നിങ്ങളിലേക്ക് അത് എത്തിക്കണം എന്നുള്ളത്. അന്നത്തെ ഭഗവാന്റെ ആ രൂപം, ആ ചേതോമയമായ ആ വെണ്ണക്കണ്ണൻ്റെ മുട്ടുകുത്തിയിട്ട് വെണ്ണ കഴിക്കുന്ന, വെണ്ണക്കുടം നിറച്ച് വെണ്ണയുള്ള ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം പറയാതിരിക്കാൻ വയ്യ. കൂടുതൽ വർണ്ണനകളൊന്നും ഞാൻ കാണാത്തതുകൊണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മളവിടെ നിന്നിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകട്ടോ. എല്ലാവരും തൊഴുതോളൂ, മനസ്സ് നിറച്ചും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഞാനും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആ പ്രാർത്ഥന അവിടെ എത്തും. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ സാധാരണ ഇറങ്ങുന്ന പോലെ തന്നെ നേരെ വന്ന് തിടപ്പള്ളിയിലേക്കും അതുപോലെ അഗ്നികോണിലേക്കൊക്കെ നോക്കി തൊഴുത് നേരെ വരുന്നത് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് വിഘ്നേശ്വരനെ കണ്ട് തൊഴുക. ഇത് പറയണ പോലെ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട്. അപ്പോൾ വിഘ്നേശ്വരനെ കണ്ട് തൊഴുക. എന്താ അലങ്കാരം എന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല. അതുകൊണ്ട് നമുക്ക്
ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെയും തൊഴുക കേട്ടോ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് അങ്ങനെ ആ കോർണർ കൂടെ അങ്ങനെ വന്ന് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹമൊക്കെ ഉള്ള രൂപങ്ങളൊക്കെ കണ്ട് വന്ന് അങ്ങനെ നമ്മൾ വാമനരൂപവും ഗജേന്ദ്രമോക്ഷവും അതേപോലെ ഗരുഡാരൂഢ നയിക്കുന്ന മഹാവിഷ്ണുവിനെയും പിന്നെ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് തൊഴുക. അനന്തപത്മനാഭനെ കണ്ട് തൊഴുക എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഞാൻ അനന്തപത്മനാഭനെയാണ് കാണുന്നത്. ഇപ്പം അനന്തപത്മനാഭൻ്റെ മണ്ണിലിരുന്നിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് തന്നെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഞാനാണെന്ന് പറഞ്ഞ മാതിരി എല്ലാം ഗുരുവായൂരപ്പൻ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ള ആ ഒരു സന്തോഷത്തിലാണ് അങ്ങനെ അവിടെ തൊഴുത് കണ്ണനെയൊക്കെ തൊഴുത് മുരുകനെയും തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുക. അവിടെ നിന്ന് എന്താണ് ഉള്ളതെന്ന് അറിയില്ല, എന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ച് താമരക്കണ്ണനെയും കണ്ട് തൊഴുത് പിന്നെ നേരെ നമ്മൾ കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് ഇങ്ങനെ പോരുക. വടക്കേ നടയിൽ കൂടെ പുറത്തിറങ്ങിയിട്ട് ഇനി ദേവീനെ കാണാനായിട്ട് അങ്ങനെ പോകുന്ന ദേവിയുടെയും രൂപം എന്താണെന്നൊന്നും അറിയണില്ലെന്ന്. എന്തായാലും നമ്മൾ ദേവീനെ പോയി തൊഴുക, പ്രാർത്ഥിക്കുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് മമ്മിയൂരപ്പനെയും കണ്ട് തൊഴുത് മമ്മിയൂരപ്പനെ തൊഴുക. അത് കഴിഞ്ഞ് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ടൊന്ന് തൊഴുത് കൂത്തമ്പലത്തിൻ്റെ അവിടെയും വന്ന് തൊഴുക. അയ്യപ്പസ്വാമിയുടെ അവിടെയും വന്ന് തൊഴുക. അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അതിനുശേഷം നമ്മൾ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെ കണ്ട് തൊഴുക. പിന്നെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമുക്ക് അങ്ങനെ വന്ന് പടിഞ്ഞാറ നടയിൽ കൂടെ വന്ന് അന്നലക്ഷ്മി ഹാളിൻ്റെ അധീനം വന്ന് പൂന്താനത്തിൻ്റെ അവിടെ വന്ന് പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹം കണ്ട് തൊഴുത് പിന്നെ നേരെ ഭഗവതി നടയിലും അതുപോലെ വലിയ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി ഭഗവാനെ കാണുക. പിന്നെ നമ്മൾ നേരെ വന്ന് ആ ഒരു കൂവളത്തെ പ്രദക്ഷിണം ചെയ്യുക, മഹാദേവനെയും പാർവതീദേവീനെയും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പം അവരുടെയും അനുഗ്രഹം നമ്മൾക്ക് കിട്ടും. ആ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ, കളഭാലങ്കാരം, അങ്ങനെ നമുക്കെല്ലാവർക്കും കൂടി മനസ്സുകൊണ്ട് തൊഴാൻ പറ്റി എന്ന് കരുതുക. ആ മനസ്സുകൊണ്ടുള്ള യാത്രയിൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുക. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ആദർശ് ഉത്രം പഠനത്തിന് വേണ്ടിയിട്ട് നന്ദകൃഷ്ണൻ്റെ മോളുടെ ലക്ഷ്യം വിജയീകരിക്കാൻ വേണ്ടിയിട്ട്, മിനി മോഹൻ്റെ മോൾക്ക് നല്ല ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട്, സരളാചന്ദ്രൻ്റെ മോൾക്ക് സന്താന സൗഭാഗ്യത്തിന്, സത്യഭാമ ആയില്യത്തിന് ജോലി കിട്ടാൻ വേണ്ടി, ശ്രീകലശ്രീക്ക് ആയുരാരോഗ്യം, പുഷ്പ ഉത്രാടം വേദനകൾ മാറാൻ വേണ്ടിയിട്ട്,
ബേബിയുടെ ചേച്ചി സരോജിനിയുടെ കാലുവേദന മാറാൻ ഇത്രയൊക്കെ അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഗുരുവായൂരപ്പനോടും അതുപോലെ നമ്മളെ വെണ്ണക്കണ്ണനോടും അതേപോലെ തന്നെ ഇന്നിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ആനന്ദപത്മനാഭസ്വാമിയോടും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. നമുക്കിന്ന് ചെറിയൊരു കഥ, രാമായണത്തിലെ കഥ തന്നെയാണ്. രാമായണത്തിൽ നിന്ന് അവർ, അതായത് രാമനും ലക്ഷ്മണനും സീതയൊക്കെ കാട്ടിലേക്ക് 14 വർഷത്തെ വനവാസ ജീവിതത്തിന് വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു സമയം, അതിനുശേഷം രാമൻ പോന്നപ്പോൾ ദശരഥന് സ്വന്തം ചെയ്ത തെറ്റിൽ, അതായത് തൻ്റെ മകനെ രാജാവാക്കാൻ കഴിഞ്ഞില്ല, അതിലേക്കും ഉപരിയായിട്ട് വനവാസത്തിന് പറഞ്ഞയക്കേണ്ടി വന്നു എന്നുള്ള ആ ഒരു ഇതിൽ അദ്ദേഹത്തിന് ശാന്തി സമാധാനമൊക്കെ നഷ്ടപ്പെട്ട് അദ്ദേഹം സ്വയം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അങ്ങനെ ഇപ്പുറത്ത് ശരിക്കും രാമനും ലക്ഷ്മണനും സീതാദേവിയൊക്കെ ചിത്രകൂടത്തിലെത്തിയിട്ട് ശാന്തതയും സങ്കടവും അയോധ്യയിൽ നിന്ന് പുറപ്പെട്ട നിഷാദ രാജാവായ ഗുഹൻ്റെ സഹായത്താൽ ഗംഗ കടന്ന് ഭരദ്വാജ മുനിയുടെ നിർദ്ദേശപ്രകാരം രാമനും സീതയും ലക്ഷ്മണനും ചിത്രകൂടം എന്ന മനോഹരമായ സ്ഥലത്ത് എത്തിച്ചേർന്നു. ചുറ്റും പച്ചപ്പും പ്രശാന്തതയുമുള്ള ഈ പ്രദേശം അവരുടെ വനവാസത്തിന് അനുയോജ്യമായിരുന്നു. അവിടെ അവർ ലളിതമായ ആശ്രമം കെട്ടി താമസിക്കാൻ തുടങ്ങി. പ്രകൃതിയുടെ മടിത്തട്ടിൽ നഗരത്തിൻ്റെ ബഹളന്ന് അകന്ന് അവർ ഒരു സാധാരണ ആശ്രമവാസികളെ പോലെ ജീവിതം നയിച്ചു. സീതയ്ക്ക് കാട്ടിലെ പൂക്കളും പഴങ്ങളും ശേഖരിക്കാനും രാമനും ലക്ഷ്മണനും കാട്ടിലെ കാര്യങ്ങൾ നോക്കാനും മൃഗങ്ങളെ നിരീക്ഷിക്കാനും സമയം കണ്ടെത്തി. ഭരതൻ്റെ ആഗമനം ആ സമയത്താണ് ഉണ്ടായത്. ആ സമാധാനപരമായ ജീവിതത്തിലിടയ്ക്കാണ് ഭരതൻ രാമനെ തേടി അയോധ്യയിൽ നിന്നും വരുന്നത്. ദശരഥ മഹാരാജൻ്റെ മരണവാർത്തയായിട്ട് രാമനെ അയോധ്യയിലേക്ക് തിരികെ കൊണ്ടുപോകാനും വേണ്ടിയായിരുന്നു ഭരതൻ്റെ വരവ്. ഭരതൻ ജനങ്ങളുടെയും മന്ത്രിമാരെയും കൂട്ടി ചിത്രകൂടത്തിലെത്തുകയും രാമനോട് സിംഹാസനം ഏറ്റെടുക്കാൻ യാചിക്കുകയും ചെയ്തു. എന്നാൽ പിതാവിന് നൽകിയ വാക്ക് പാലിക്കുമെന്ന ഉറച്ച നിലപാടെടുത്ത രാമൻ 14 വർഷത്തെ വനവാസം പൂർത്തിയാകാതെ അയോധ്യയിലേക്ക് മടങ്ങാൻ വിസമ്മതിച്ചു. ദുഃഖവും യാത്രയും ദശരഥൻ്റെ മരണവാർത്ത രാമനെ വല്ലാതെ ദുഃഖിപ്പിച്ചു. ചിത്രകൂടത്തിൽ വെച്ച് ഭരതനോടൊപ്പം ദശരഥന് പിണ്ടം സമർപ്പിക്കുകയും ചെയ്തു. ഭരതൻ രാമൻ്റെ പാദുകങ്ങൾ വാങ്ങി അവ സിംഹാസനത്തിൽ വെച്ച് രാജ്യം ഭരിക്കാൻ തീരുമാനിച്ചു. ഭരതൻ മടങ്ങിയതിന് ശേഷം ചിത്രകൂടത്തിൽ ഭരതൻ്റെയും അയോധ്യയിലെ ജനങ്ങളുടെയും ഓർമ്മകൾ രാമനെ അലട്ടാൻ തുടങ്ങി. കൂടാതെ നാട്ടുകാർക്കും മറ്റും തങ്ങളുടെ സാന്നിധ്യം ബുദ്ധിമുട്ടാകുന്നുണ്ടോ എന്ന് രാമൻ ഭയപ്പെട്ടു. ഈ ചിന്തകളിൽ മനസ്സ് അസ്വസ്ഥയായ രാമൻ ചിത്രകൂടം ഉപേക്ഷിച്ച് കൂടുതൽ ഉൾവനങ്ങളിലേക്ക് യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രാമനും സീതയും ലക്ഷ്മണനും അടുത്ത ആശ്രമം തേടി ചിത്രകൂടം വിട്ട് അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് യാത്രയായി. ചിത്രകൂടത്തിലെ ജീവിതം അവരുടെ വനവാസത്തിലെ ഒരു ഇടവേളയായിരുന്നു. അവിടെ അവർക്ക് സമാധാനവും സങ്കടവും ഒരുപാട് അനുഭവപ്പെട്ടു. ഇത് ആര്യകാണ്ഡത്തിലൊരു നിർണായക ഘട്ടമാണ്. കാരണം ഇവിടുന്നാണ് വനവാസ യാത്ര ശരിക്കും തുടങ്ങുന്നത്, കാഠിന്യങ്ങളിലേക്ക്. പിന്നെയാണ് സീതാദേവിയുടെ അപഹരണവും മറ്റു കാര്യങ്ങളും രാവണ നിഗ്രഹമൊക്കെ വരുന്നതൊക്കെ അവിടുന്ന് അങ്ങോട്ടാണ്. കലുഷിതമായ സമയങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ചെറിയൊരു കഥ. അപ്പോൾ ഇനി എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെയും ആനന്ദപത്മനാഭസ്വാമിയുടെയും ശ്രീ പത്മനാഭസ്വാമിയുടെയൊക്കെ അനുഗ്രഹം എല്ലാവർക്കും എത്തട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശ്രീ പത്മനാഭ കാത്തോളണേ.